ഹായ് ഓൾ വെൽക്കം. കേരള ടോക്സിൻ്റെ പ്രീപോൾ സർവേയിലേക്ക് സ്വാഗതം. തൃശ്ശൂർ ജില്ലയിലെ മറ്റൊരു നിയോജകമണ്ഡലം നാട്ടികയിൽ ഇടതുപക്ഷത്തിൻ്റെ ചെങ്കോട്ട എന്ന് പറയുന്ന നാട്ടികയിൽ ഇപ്രാവശ്യം ആര്? നാട്ടിക നിയോജകമണ്ഡലത്തിൽ കേരള ടോക്സ് 14 ജില്ലകളിൽ പോയ പോലെ അവിടെയും നമ്മൾ പോയിരുന്നു. അവിടെയും നമ്മൾ ഫ്രണ്ട്സ് ഒരുപാട് ആളുകളായിട്ട് സംസാരിച്ചിരുന്നു. നാട്ടിക നിയോജകമണ്ഡലത്തിൽ ഇപ്പോഴത്തെ ഈ കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷയുടെ ലീഡാണ്. 2001-2006 പക്ഷേ TN പ്രതാപൻ അവിടെ വിജയിച്ച MLA ആയിട്ടുള്ള ഒരു ആളാണ് ഈ TN പ്രതാപൻ. ഓക്കെ, അപ്പോൾ അവിടെ കോൺഗ്രസിന് അനുയോജ്യമാണോ ഇടതുപക്ഷത്തിന് അനുയോജ്യമാണോ എന്ന് പറയണതിൽ ഇപ്പോൾ ഇടതുപക്ഷത്തിനാണ് അനുയോജ്യം. പിന്നെ പറയാനുള്ളത് 2011-2016 ഗീതാ ഗോപി ആയിരുന്നു MLA. 2021 ഇലക്ഷനിൽ CC മുകുന്ദനാണ് ഇപ്പോഴത്തെ അവിടെ CPI ഇടതുപക്ഷത്തിന് MLA ആയിട്ടിരിക്കുന്നത്. നമ്മളവിടെ ഡയറക്റ്റ് ആയിട്ട് പോയതാണ്. പക്ഷെ ഒരു ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ 2024 പാർലമെന്റ് ഇലക്ഷനിൽ സുരേഷ് ഗോപി ആ നിയോജകമണ്ഡലത്തിൽ ലീഡ് ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ BJPക്ക് സാധ്യത എന്താണെന്ന് ചോദിച്ചാൽ അതൊരു ട്രെൻഡിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങോട്ട് ഒട്ടുപോയതാണ്. അതല്ലാണ്ട് അവിടുത്തെ ഒരു BJPക്ക് അനുകൂലമായൊരു നിയോജകമണ്ഡലമാണോ ചോദിച്ചാൽ അല്ല എന്നതിന് വേണ്ടി പറയാൻ. പക്ഷെ ആ നിയോജകമണ്ഡലത്തിൽ പോയപ്പോൾ അവിടുത്തെ പ്രശ്നം അവിടെ നാട്ടിക തൃപ്രയാറിൽ നമ്മളവിടെ പോയി അന്വേഷിച്ച സമയത്ത് അവിടുത്തെ ഒരു ബസ് സ്റ്റാൻഡ് ഉണ്ട്, അത് കംപ്ലീറ്റ് പൊളിച്ചിട്ടേക്കാണ്. ഇപ്പോൾ കയറ്റാൻ ടെൻഡർ വിളിക്കാന്ന് പറഞ്ഞിട്ട് കയറ്റിയില്ല. അവിടുത്തെ ബസ് കൺട്രേഴ്സും അവിടുത്തെ തൊഴിലാളികളും വൻ രോക്ഷത്തിലാണ്. അത് കഴിഞ്ഞിട്ട് അവിടെ കുടിവെള്ളം കിട്ടാത്ത ഒരുപാട് സ്ഥലങ്ങളുണ്ട്, റോഡ് തകർന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ അവിടുത്തെ ജനങ്ങൾ കേരള ടോക്സിനോട് പറഞ്ഞു. നിങ്ങൾക്ക് എൻ്റെ ഷോർട്സ് നോക്കിയാൽ അറിയാം, അവിടെ ഞാൻ പോയിട്ടുള്ള വിവരങ്ങളും അതിൻ്റെ ഒക്കെ ഞാൻ ഇട്ടുണ്ട്. ആക്ച്വലി പറയാനുള്ളത് അതൊരു ഇടതുപക്ഷ കോട്ട തന്നെയാണ്. CPIയുടെ കുറച്ചായിട്ട് കോൺഗ്രസ്സിൽ ആര് സ്ഥാനാർത്ഥിയാകുന്നു, അത് യങ്സ്റ്റേഴ്സ് ആവാം, അതെല്ലാം എന്ന് വെച്ചെങ്കിൽ ചിലപ്പോൾ ഒരു ഘടകകക്ഷികൾക്ക് കൊടുക്കാനും സാധ്യതകൾ കാണുന്നുണ്ട്. അങ്ങനെ പറയണ കേൾക്കാറുണ്ട്. പക്ഷേ കോൺഗ്രസ്സിൽ ഒരു നല്ലൊരു സ്ഥാനാർത്ഥി വന്ന ഒരു യൂത്തം വന്നു കഴിഞ്ഞാൽ നല്ലൊരു മത്സരം കാഴ്ചവെക്കാം. കേരള ടോക്സ് അവിടെ പോയി ഡാറ്റ ശേഖരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്നു നാട്ടിക ഇടതുപക്ഷത്തിൻ്റെ ചെങ്കോട്ടയായിട്ട് തുടരും. അതിൽ ഒരു തർക്കമില്ല. പക്ഷേ കോൺഗ്രസ്സിന് നല്ലൊരു മത്സരം കാഴ്ചവെച്ച് വിജയിക്കാനുള്ള സാധ്യത അവിടെ ഉണ്ട്. ഒരു 100% MLA പെർഫോമൻസും മറ്റും കാര്യങ്ങളും ചോദിച്ചപ്പോൾ മോശമാണെന്നാണ് പറഞ്ഞത്. എങ്കിൽ പോലും അവിടെ ഇടതുപക്ഷം തുടരുമെന്ന് തന്നെയാണ് പറയുന്നത്. നല്ലൊരു മത്സരം കാഴ്ചവെച്ചാൽ കോൺഗ്രസ് സാധ്യതയുണ്ട്. അപ്പോൾ 50-50 ആയിട്ടാണ് നമ്മൾ ഈ പ്രീപോൾ സർവേയിൽ നാട്ടിക നിയോജകമണ്ഡലം പറയുന്നത്. താങ്ക് യു. കേരള ടോക്സ്.